ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം കാണിക്കാനായിട്ട് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്നലെ 1-ാം തീയതി ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു, അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ അത് 1-ാം തീയതി ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഏട്ടനങ്ങനെ എനിക്ക് നമുക്ക് അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എനിക്ക് കുളിച്ചു റെഡിയായി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അറിയണത് 1-ാം തീയതി ആയിരുന്നു എന്നുള്ളത്. അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിലും നല്ല തിരക്കും കാര്യങ്ങളും. പിന്നെ ഇവിടെ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എല്ലായിടത്തും കയറുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവിടെയും കയറി. പിന്നെ മുരുകൻ്റെ അടുത്ത് പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഏട്ടന് എനിക്ക് വഴിപാട് തട്ടിലിടാൻ വേണ്ടി തന്നിട്ടത്. പക്ഷേ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി കഴിച്ചു കേട്ടോ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിലെല്ലാവരുടെ പേരിലും എൻ്റെ വീട്ടിലെല്ലാവരുടെ പേരിലും ഒക്കെ പുഷ്പാഞ്ജലി കഴിച്ചു. അങ്ങനെ ഞാൻ ഏട്ടന് കൂടിയൊക്കെ വരച്ചു കൊടുത്തു. ഏട്ടനെനിക്ക് കൂടി വരച്ചു തന്നു, പക്ഷെ അത് ക്യാമറയിൽ വന്നില്ല. അങ്ങനെ പിന്നെ മോൾക്ക് കൂടിയൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെന്തുണ്ടായേ, അപ്പോൾ നാട് വിട്ടൊരു ഫീലൊന്നും നമുക്ക് തോന്നുന്നില്ല ഏട്ടാ. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ 1-ാം തീയതി അമ്പലത്തിൽ പോകില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഒരു ഇതുണ്ട് ഇവിടെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ഭക്തിപൂർവ്വം നല്ല രസമായിട്ട് അങ്ങനെ. പിന്നെ അവിടെ നിന്ന് നടന്ന് തൊഴുതിട്ട് അപ്പുറത്തേക്ക് വന്നു. അപ്പുറത്ത് തൊഴുത് പിന്നെ അങ്ങനെ വീണ്ടും ചുറ്റി വന്നു. അപ്പോൾ നമ്മളെ സരസ്വതി ദേവിനെ കണ്ടു തൊഴുതു, പിന്നെ ആഞ്ജനേയനെ കണ്ടു തൊഴുതു, അങ്ങനെ കേട്ടാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ പ്രസാദം ഉണ്ടായിരുന്നു. ആ പ്രസാദം കഴിച്ചു. ലച്ചിന് മുല്ലപ്പൂ കൊടുത്തുവിട്ടു. ഇതിനിടയ്ക്ക് ഒരു കഷ്ണം മുല്ലപ്പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ മുല്ലപ്പൂ വെച്ചു. മുല്ലപ്പൂ സാധാരണ മുല്ലപ്പൂല്ല, പിന്നെ പിച്ചിപ്പൂ മണല്ലാത്ത പൂവില്ലേ അത്. പിന്നെന്താ അങ്ങനെ ചുറ്റിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ തൈര് സാദം കേസരിയും കിട്ടി നമുക്ക്. അപ്പോൾ അത് കഴിച്ചു. കഴിഞ്ഞിട്ട് പിന്നെന്തുണ്ടായ, പിന്നെ നമ്മൾ അമ്പലത്തിൽ വന്ന കുറച്ച് ഇരിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്ന പോലെ തന്നെ നമ്മളും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ ഏട്ടന് എല്ലാ ദിവസത്തെ പോലെ എന്താ പറയുക, ശനി ഞായറും രാവിലെ പോകണം. പക്ഷെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പോയാൽ മതി. പക്ഷെ നമ്മൾ നേരത്തെ അമ്പലത്തിൽ പോകണ ഏറ്റവും അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വെജ് മീൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജിൽ വന്നിരുന്നു. ഒരു 1:30 ആയപ്പോൾ എത്തിയിട്ട് കഴിച്ചു. അപ്പോൾ 1:30 എത്തിയാൽ മതി. അപ്പോൾ 1:30 ആയപ്പോൾ വന്ന് കഴിച്ചു. രാവിലെ ഫുള്ള് അങ്ങനെ അമ്പലത്തിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു അങ്ങനെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു 1-ാം തീയതി ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പ്രസാദം വാങ്ങിച്ചു. കേസരിയും കിട്ടി, നമ്മളെ തൈര് സാദം കിട്ടി. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് ഫുള്ളാക്കി ഞങ്ങൾ പിന്നെ എന്താ പറയുക, കോളേജിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ കോളേജിൽ പോയിട്ടാണ് നമ്മുടെ ലഞ്ച് കഴിച്ചത്. അതിന് മുന്നേ കാലത്ത് മസാല ദോശ കഴിച്ചിരുന്നുണ്ട്. മസാല ദോശയും സാമ്പാറും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഇപ്പോൾ ഇവിടെ അമ്പലത്തിൽ എല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് പോന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.